നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഇതാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്, ഈ സ്പ്രിങ്ങിനെ മോഡൽ ചെയ്യുന്നത് നോക്കിയിട്ടുണ്ടായിരുന്നത് പാർട്ട് 4. എന്നെ ഒരു ലെയറിലേക്ക് ഇടാം. നമുക്ക് ഇന്ന് ഈ ഒരു പോർഷൻ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. അതിനായിട്ട് ഞാൻ ആദ്യം ഒരു ക്യൂബ് എടുത്ത് വെക്കുകയാണ്. ക്യൂബ് എടുത്ത് വെച്ചതിന് ശേഷം എക്സ്റേ മോഡിലേക്ക് ആക്കി മാറ്റാം. എന്നിട്ട് നമ്മൾ സിമ്പിളായിട്ട് ഇങ്ങനെ സ്കെയിൽ ചെയ്യും. നമ്മളിത് മോഡൽ ചെയ്യാൻ പോകണം എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ ഒരു പാർട്ട് ആദ്യം ഉണ്ടാക്കും. അത് കഴിഞ്ഞിട്ട് എക്സ്ട്രൂഡ് ചെയ്ത് ഇതിങ്ങനെ എക്സ്ട്രൂഡ് ചെയ്ത് ഈ ഒരു പോർഷൻ വരെ ഉണ്ടാക്കും. ഇത് മുകളിൽ വേറൊരു ബോക്സ് എടുത്ത് വെച്ചിട്ടാണ് ഇത് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഫ്രണ്ടിലും സൈഡിലും നമ്മൾ ഏകദേശം ബാലൻസ് ചെയ്ത് പോകാനാണ് പോകുന്നത് കേട്ടോ. അപ്പോൾ അതിനായിട്ട് ആദ്യം നമുക്ക് ഇതിനെടുത്തിട്ട് ഇവിടേക്ക് വയ്ക്കാം. ഇതിൽ ബുദ്ധിമുട്ടുള്ള സംഭവമൊന്നുമില്ല ചെയ്യാനായിട്ട് കേട്ടോ. വെറുതെ ക്യൂബ് എടുത്തിട്ട് ഷേപ്പാക്കി വയ്ക്കുക, അത്രേ ഉള്ളൂ. കണ്ട. ഇനി ഈ വെർട്ടെക്സ് എടുത്തിട്ട് ഇങ്ങോട്ട് നീക്കി വയ്ക്കുക, സ്കെയിൽ ചെയ്യുക, കുറച്ച് താഴേക്ക് ഇറക്കുക. ഇതും അതുപോലെ തന്നെ. ഇനിയിപ്പോൾ നിങ്ങൾക്ക് തന്നെ ഏകദേശം ഐഡിയ കിട്ടിയിട്ടുണ്ടാവും എന്താ ചെയ്യേണ്ടതെന്നുള്ളത് അല്ലേ. കാരണം നമ്മളിനി ഇതിനെ എക്സ്ട്രൂഡ് ചെയ്ത് പോയാൽ മാത്രം മതി. ഫേസ് എടുക്കുക, സൈഡ് വ്യൂവിൽ വരാം. ഞാൻ രണ്ടെണ്ണത്തിൻ്റെ വ്യൂവിലേക്ക് ഇടാണ്, ഫ്രണ്ടും സൈഡും. ഷിഫ്റ്റ് ഉപയോഗിച്ചിട്ട് ഒന്ന് സ്കെയിൽ ചെയ്യുക. അതിനുശേഷം ഷിഫ്റ്റ് ഉപയോഗിച്ചിട്ട് വീണ്ടും എക്സ്ട്രൂഡ് ചെയ്യാം മുകളിലേക്ക്. എന്നിട്ട് വീണ്ടും സ്കെയിൽ ചെയ്യുക, പുറത്തേക്ക് സ്കെയിൽ ചെയ്യുക. സൈഡ് വ്യൂവിലാണല്ലോ നമുക്ക് വരണ്ടേ കേട്ടോ. ഈ സൈഡിലേക്ക് വേണ്ട, അവിടെ എക്സ്ട്രൂഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി നമ്മൾ ഷിഫ്റ്റ് ഉപയോഗിച്ചിട്ട് മുകളിലോട്ട് എക്സ്ട്രൂഡ് ചെയ്യാം. ഇവിടെ വരെ വെച്ചാൽ ഇവിടെ വീണ്ടും എക്സ്ട്രൂഡ് ചെയ്യാം കേട്ടോ. ഇവിടെ ഇങ്ങനെ സ്കെയിൽ ചെയ്യുക, വെർട്ടെക്സ് എടുത്തിട്ട് ഇതിങ്ങോട്ട് നീക്കി വയ്ക്കുക. കാരണം ഞാൻ ഇവിടുന്ന് സ്ട്രെയിറ്റ് ആയിട്ട് എക്സ്ട്രൂഡ് ആവണം. ഇവിടെ വരാൻ ഒരു ഷേപ്പ് വ്യത്യാസം ചെറുതായിട്ട് വരണുള്ളൂ അല്ലേ. അപ്പോൾ നമുക്ക് ഇങ്ങനെ സ്കെയിൽ ചെയ്യാം. ഇടയ്ക്കൊന്ന് പെർസ്പെക്റ്റീവിൽ പോയി നോക്കിക്കുക, കാഴ്ചകളുണ്ടെങ്കിൽ അറിയില്ലല്ലോ. ഇല്ല കേട്ടോ, ഉഷാറാ. ഫേസ് എടുക്കുക, ഷിഫ്റ്റ് ഉപയോഗിച്ചിട്ട് മുകളിലോട്ട് എക്സ്ട്രൂഡ് ചെയ്യും. ഓക്കെ. ഇനി നമുക്ക് ഈ പോർഷനാണ് നമുക്ക് ഉണ്ടാക്കാനുള്ളത് അല്ലേ. അപ്പോൾ നമുക്ക് നോക്കാം. ഇത് ഇവിടുന്ന് ഇങ്ങനെയാണ് വന്നിരിക്കുന്നത്. ഷിഫ്റ്റ് ഉപയോഗിക്കുക, എക്സ്ട്രൂഡ്. ഈ ഭാഗം കുറച്ചൊന്ന് സ്കെയിൽ ചെയ്യണം, എന്നാലും അതിൻ്റെ അപ്പുറത്തുള്ളൂ. നമുക്ക് വേണമെങ്കിൽ റെഫറൻസ് ഇമേജ് ഒന്ന് സ്വല്പം താഴേക്ക് ഇറക്കി വയ്ക്കാം കേട്ടോ. ഓക്കെ, വെരി ഗുഡ്. നമുക്കിത് സെലക്ട് ചെയ്യുക, വെർട്ടെക്സ് എടുത്തിട്ട് ഇതിങ്ങനെ നീക്കി വയ്ക്കുക അങ്ങോട്ട്. ഫ്രണ്ട് വ്യൂവിൽ അഡ്ജസ്റ്റ് ചെയ്യുക. ഇത് നമുക്ക് വരയ്ക്കാൻ അറിയണം നിർബന്ധമൊന്നുമില്ല കേട്ടോ. അതൊക്കെ നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാവുന്ന കാര്യമാണ്. കാരണം റെഫറൻസ് ഉണ്ട് ഓൾറെഡി, അതനുസരിച്ച് ചെയ്ത് പോയാൽ പോരെ കേട്ടോ. അപ്പോൾ ആർക്കായാലും സിമ്പിളായിട്ട് ചെയ്യാവുന്ന ഒരു കാര്യമാണ് ഈ മോഡലിംഗ് എന്നുള്ളത് കേട്ടോ. ഓക്കെ, എക്സ്ട്രൂഡ് ചെയ്യാം. അത് ക്ലിയറായി. ഇനി നമ്മളിപ്പോൾ മുകൾ ഭാഗമാണ് കറക്റ്റ് ആക്കിയിട്ടുള്ളത്. നമുക്ക് ഇതിൻ്റെ അടിഭാഗത്തേക്ക് വരണം കേട്ടോ. ഈ ഭാഗം ഇങ്ങനെയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ വീണ്ടും ഫേസ് എടുക്കുക, ഫേസ് ആക്കി മാറ്റാം. ഫേസ് സെലക്ട് ചെയ്യുക. ഈ ഫേസ് ഞാൻ മൈനസ് ചെയ്ത്, അപ്പോൾ ഇവിടുത്തെ ഫേസ് മാത്രം സെലക്ട് ആയിക്കണ്ട. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇത് ഇവിടുന്ന് ചെറുതായിട്ടാണ് വന്നിട്ടുള്ളത് അല്ലേ. അപ്പോൾ നമുക്ക് ഇവിടെ വന്നിട്ട് ഷിഫ്റ്റ് ഹോൾഡ് ചെയ്തിട്ട് ഉള്ളിലേക്ക് സ്കെയിൽ ചെയ്യാം. ജസ്റ്റ് ഒന്ന് വലിച്ചു വയ്ക്കലേ അറിയുള്ളൂ കേട്ടോ.
താഴേക്ക് എക്സ്ട്രൂഡ് ചെയ്യാം. ഓക്കെ, എക്സ്റേ മോഡ് ഓൺ ആക്കിയിട്ട് ഇവിടെ കറക്റ്റാണോ നോക്കാം. ഇവിടെ കറക്റ്റായിട്ടില്ല കേട്ടോ. ഇവിടെ എഡ്ജ് എടുക്കാൻ നല്ലത്, അപ്പോൾ നമുക്കിത് ഇങ്ങോട്ട് നീക്കി വയ്ക്കാൻ പറ്റും. ഓക്കെ, ഇത് നമ്മൾ ആകെ ഇത്ര ചിന്തിക്കേണ്ട കാര്യമുള്ളൂ. ഇതിൻ്റെ ഈ ഫേസ്, ഈ ലൈൻസിനൊപ്പം നമ്മളിത് എക്സ്ട്രൂഡ് ചെയ്ത് പോവുക. വേറെ സീനൊന്നും ഇല്ല അതിൻ്റെ ഉള്ളത് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഫേസ് എടുത്തിട്ട് വീണ്ടും എക്സ്ട്രൂഡ് ചെയ്യാം. പിന്നെ നമ്മളൊന്ന് റൊട്ടേറ്റ് ചെയ്യാം. കണ്ടോ, ഇങ്ങനെ എക്സ്ട്രൂഡ് ചെയ്തിട്ട് ഇവിടെ വരെ എത്തുമ്പോഴാണ് നമുക്ക് ഷേപ്പ് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ സ്കെയിൽ ഓൺ ചെയ്തിട്ട് ഇതിങ്ങനെ ഈ ബ്ലൂമിലേക്ക് യെല്ലോ മുട്ടിച്ച് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കറക്റ്റായിട്ട് ഷേപ്പായി മാറും. കണ്ടോ, സ്വല്പം ഒന്ന് ഉള്ളിലേക്ക് സ്കെയിൽ ചെയ്യാം. അതിന് ശേഷം വീണ്ടും എക്സ്ട്രൂഡ് ചെയ്യും. ഇപ്രാവശ്യത്തെ എക്സ്ട്രൂഡിൽ നമ്മൾ ഇവിടേക്ക് എത്തുന്നതോട് കൂടിയിട്ട് ഇതിനെ സ്കെയിൽ ചെയ്ത് ചെറുതാക്കാം. കണ്ടോ, ഡീസൻ്റ് ആയില്ലേ? കുഴപ്പമില്ല. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഇതിൻ്റെ ഈ ഒരു പോർഷൻ ഉണ്ടാക്കി കഴിഞ്ഞു. ഇനി മോൾ ഭാഗമാണ് നമുക്ക് നെക്സ്റ്റ് ഉണ്ടാക്കാനുള്ളത്, ആ കൈ വയ്ക്കുന്ന ഭാഗം. അത് സെപ്പറേറ്റ് നമ്മളൊരു ക്യൂബ് എടുത്തിട്ട് വെക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. ഇവിടെ നമ്മൾ പുറത്ത് ക്ലിക്ക് ചെയ്യുക, ക്യൂബ് ക്രിയേറ്റ് ചെയ്യുക, ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് വിടുക. എവിടെ ജസ്റ്റ് വൈ പ്രസ് ചെയ്താൽ മതി, ക്ലിക്ക് ചെയ്താൽ അപ്പോൾ തന്നെ ക്രിയേറ്റ് ആവും. കണ്ടോ, അങ്ങനെ വയ്ക്കുക. അതിനുശേഷം ഫ്രണ്ട് വ്യൂവിൽ നിൽക്കുമ്പോൾ ഈ ഗ്രിഡിൻ്റെ അവിടെ നിൽക്കണ്ട, നമ്മൾ ഫ്രണ്ടിലേക്ക് എടുത്ത് വയ്ക്കുക കറക്റ്റായിട്ട്. ഓക്കെ, ഇനി സബ് ഡിവിഷൻസ് നമുക്ക് ഒക്കെ കൂടിയിട്ട് ഒരു 2 ഇട്ട് കൊടുക്കുക. ഒരു വഴിക്ക് പോകണമല്ല, കുറച്ച് സബ് ഡിവിഷൻസ് കിടക്കട്ടെ. എന്നിട്ട് ഇവിടേക്ക് നീക്കി വയ്ക്കുക, ഇങ്ങോട്ട് നീക്കി വയ്ക്കുക, ഇങ്ങോട്ടേക്ക് വയ്ക്കുക. 3 പ്രസ് ചെയ്ത് നോക്കാം. അതുപോലെ നമുക്ക് ഫ്രണ്ടും കറക്റ്റ് ചെയ്യാനുണ്ട്. കണ്ടോ, ഫ്രണ്ട് ഇങ്ങനെ വെച്ച് ഇതൊക്കെ നമുക്ക് സ്കെയിൽ ചെയ്താൽ മതി കേട്ടോ, ഷേപ്പ് ആവാനായിട്ട്. കണ്ടോ, ഇങ്ങനെ ഈ എഡ്ജ് സെലക്ട് ചെയ്തിട്ട് സ്കെയിൽ ചെയ്താലും മതി. ഒക്കെ കണക്കാണ്. നമ്മൾ 3 പ്രസ് ചെയ്തൊക്കെ സ്മൂത്ത് ആകുമ്പോൾ കറക്റ്റാണ്, ഏറെക്കുറെ കറക്റ്റായിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിൻ്റെ ഇടയിൽ ഒരു സബ് ഡിവിഷൻ ഇട്ട് കൊടുത്തു. അപ്പോൾ ഈ ഭാഗം കുറച്ചുകൊണ്ട് ഒരു സ്ട്രെങ്ത്ത് കിട്ടും. G പ്രസ് ചെയ്താൽ മതി, ലാസ്റ്റ് ടൂൾ ആക്റ്റീവായി. കണ്ടോ, നമ്മൾ ആ റെഫറൻസ് ഇമേജ് വെച്ചിട്ടുള്ള ആ ഒരു മോഡൽ റെഫറൻസ് വെച്ചിട്ട് നമുക്ക് സിമ്പിളായിട്ട് അത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. ബുദ്ധിമുട്ടുള്ള കേസേ അല്ല. ഇനി ഞാൻ ഇവിടെ ഒരു ലൂപ്പും കൂടി ഇട്ട് നോക്കാനാണ് കേട്ടോ, ഉണ്ടെന്ന് അറിയാലോ. 3 പ്രസ് ചെയ്ത് നോക്കട്ടെ. കുറച്ചുകൂടെ ഒരു ബലം വന്ന പോലെ ഉണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ അവിടെ വന്നിട്ട് ഫൈൻ. ഇപ്പോൾ നമ്മളിനി ഇത് ഇങ്ങനെ തന്നെ നമുക്ക് ഫിനിഷ് ചെയ്യാം. ഇല്ലെങ്കിൽ ഇനി ഇത് 3 പ്രസ് ചെയ്യുമ്പോൾ കറക്റ്റ് ആവണമെങ്കിൽ നമ്മളിവിടെ കഴിഞ്ഞ ക്ലാസ്സിൽ കൊടുത്ത പോലെ തന്നെ ബിവൽ എഡ്ജ് കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ ലൂപ്പ് ഇത് വളരെ കുറച്ച് കിട്ടാൻ മതി. ഓപ്സെറ്റ്
ഇത് വിവരം കൊടുക്കണേക്കാട്ടും നല്ല ഇൻസേർട്ട് അടിച്ച് ടൂൾ കൊടുക്കണമെന്നുണ്ട്. അപ്പോൾ നമ്മുടെ സൗകര്യത്തിന് കൊടുക്കാൻ പറ്റും. ഇവിടെ റിംഗ് ആയിട്ടാണ് വരാം. ഇവിടെ ആഡ് ചെയ്യാം. ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കാം. അയ്യോ, ഒബ്ജക്റ്റ് മോഡിലേക്കെല്ലാം ഐസൊലേഷൻ പ്രോപ്പറായിട്ട് വരുള്ളൂ കേട്ടോ. അതാണ് പ്രസ് ചെയ്യുക. ഇതൊക്കെ നമ്മൾ ചെയ്തിട്ടുള്ളതാണ്. നമ്മുടെ ബിവലാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഇപ്പം ഇങ്ങനെ കൊടുക്കണമെന്ന് മാത്രമല്ല, സെയിം തന്നെയാണ്. ഇവിടെ 3 പ്രസ് ചെയ്യുമ്പോൾ നോക്കണം എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ എന്ന്. ഇല്ല, വലിയ സീനുകളൊന്നുമില്ല, കുഴപ്പമില്ല. എവിടേക്കാണ് ഷാർപ്പ് ആവേണ്ടതെന്ന് നോക്കാം കേട്ടോ. അവിടെ മാത്രം നമ്മൾ സബ്ഡിഷൻ ആഡ് ചെയ്താൽ മതി. വെറുതെ എല്ലായിടത്തും ആഡ് ചെയ്ത് കൊള്ളാക്കണ്ട. ഇവിടെ എനിക്കൊരു സംശയമുണ്ട്, ഇത് കുറച്ചുകൂടെ ഒന്ന് ഷാർപ്പ് ആവണം. അവിടെ വേണം ഷാർപ്പ് ആവണം. ഇവിടെ ഒരു ലൂപ്പ് ഇട്ട് കൊടുക്കുക, ഇവിടെ ഒരു ലൂപ്പ് ഇട്ട് കൊടുക്കുക, ഇവിടെ ഷാർപ്പായി. വേണ്ട, അതവിടെ കിടന്നോട്ടെ, കുഴപ്പമില്ല. കാരണം അത് വല്ലാണ്ടൊരു ലീനിയറായി മാറും. ഏതാ നല്ലത്? ഇല്ലാത്ത നല്ലതുള്ളൂ. നല്ല ഉള്ളത് തന്നെയാണ് നല്ലത്. അവിടെ കിടന്നോട്ടെ കേട്ടോ. ഏകദേശം ഒരു ഐഡിയ ഉണ്ടോയെന്ന് തോന്നുന്നു. ഇതിപ്പോൾ ചെയ്തപ്പോൾ നമുക്ക് മനസ്സിലായി എങ്ങനെയാണ് ഇത് വലിയ ബുദ്ധിമുട്ടുള്ള സംഭവം അല്ലാന്നും നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണെന്നുള്ളതും ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും അല്ലേ. ഇവിടെയൊക്കെ ലൂപ്പ് ഇട്ടെടുത്തോളൂ. ഇതാണ് നമ്മൾ ചെയറിൻ്റെ ഹാൻഡിൽ ഉണ്ടാക്കുന്ന ഭാഗം കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിനി ഈ ഒരു പോർഷനോട് ഉണ്ടാക്കി കഴിഞ്ഞാൽ നമ്മുടെ ചെയർ ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ചെയ്യും. നമുക്ക് അടുത്ത ക്ലാസ്സിൽ ലൈറ്റിങ്ങിലേക്ക് കിടക്കാം. നമുക്ക് ഇതിൻ്റെ ലൈറ്റിങ് കൊടുക്കണം, ടെക്സ്ചറിങ്ങും കൊടുക്കണം കേട്ടോ. ടെക്സ്ചറിങ് അൺട്രാപ്പ് ചെയ്യേണ്ട ആവശ്യം വരില്ല. മിക്കതും ഡയറക്റ്റ് നമുക്ക് ടെക്സ്ചർ കൊടുക്കാവുന്നുള്ളൂ. പിന്നെ നമുക്ക് ഇവിടെ ഈ ബാക്കത്തെ സിലിണ്ടറിൻ്റെ പോർഷനും ഉണ്ടാക്കണം. ഇവിടെ സിലിണ്ടർ വെച്ചിട്ട് നമ്മൾ ഉണ്ടാക്കണം. പറഞ്ഞത് സിലിണ്ടർ എന്നായി മാറിയത്. ആ ബാക്കിലത്തെ ആ ഒരു ചെയറിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള ഒരു സംഭവമാണ് അത്. ഞാനതിങ്ങനെ സ്കെയിൽ ചെയ്ത് ഉണ്ടാക്കണം. ഈ ഒരു ഷേപ്പ് കണ്ട മുകളിലേക്ക് സ്കെയിൽ ചെയ്ത് ഭയങ്കര സിമ്പിൾ ഉണ്ടാക്കാനായിട്ട്. ഉണ്ടാക്കി കഴിയുമ്പോൾ ഇത്ര ഉള്ളത് ഉണ്ടാക്കാനായിട്ട് എന്ന് വിചാരിക്കും. ഇനി നമുക്ക് സബ് ഡിവിഷൻസ് കുറച്ചൊരു കൂടുതലാക്കട്ടെ. 20 കിടക്കുന്നത്, ഒരു 30 കിടക്കട്ടെ. 3 അല്ല 30. ഓക്കെ. ഇനി ഈ ഫേസ് എടുത്ത് ഈ വെർട്ടെക്സ് എടുത്തിട്ട് മുകളിലേക്ക് കയറ്റി വയ്ക്കുക. ഇതും ഇവിടേക്ക് വയ്ക്കുക. അയ്യോടാ, ചെറിയ പഠിച്ചിട്ട് ഇത് 30 കറക്റ്റാണ്. ക്യാപ്പിൻ്റെ ഉള്ളിൽ സബ് ഡിവിഷൻസ് ഇതിന് ഇട്ടുണ്ടാവില്ല കേട്ടോ. ക്യാപ്പിൻ്റെ ഉള്ളിൽ നമുക്ക് ലൂപ്പ് ഇട്ട് ആഡ് ചെയ്യാനും പറ്റില്ല. അപ്പോൾ നമ്മൾ ക്യാപ്പിലും സബ് ഡിവിഷൻസ് കുറച്ച് ആഡ് ചെയ്ത് കൊടുത്തു. കാരണം നമുക്ക് ഇതിനൊരു സോഫ്റ്റ് സെലക്ഷൻ വെച്ചിട്ടാണ് നമ്മളിതിനെ വലിക്കാനായിട്ട് പോകുന്നത് കേട്ടോ. ഇനി നമ്മൾ എന്താണെന്ന് വെച്ചാൽ 30 സബ് ഡിവിഷൻ ഇട്ടിട്ടുണ്ട്. സൈഡ് വ്യൂവിൽ വരാം. ഈ ഫേസ് സെലക്ട് ചെയ്യുക. ഒക്കെ സെലക്ട് ചെയ്തിട്ട് ഷിഫ്റ്റ് റൈറ്റ് ക്ലിക്ക് ചെയ്യുക, എക്സ്ട്രൂഡ് ഫേസ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്ത പോലെ തന്നെ കീപ് ഫേസസ് ഓഫ് ചെയ്യും. നമ്മൾ എവിടെയാണ് മാനിപ്പുലേഷൻ പോയിൻ്റ് നിൽക്കണത് അവിടേക്ക് നമ്മൾ സൂം ചെയ്യുക, എന്നിട്ട് എക്സ്ട്രൂഡ് ചെയ്യാം. കണ്ടോ? പിന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഇതിനെ ഉള്ളിലേക്ക് സ്കെയിൽ ചെയ്യുക.
മതി. ഒരുപാടാക്കി കൊളാക്കണ്ട, അത്യാവശ്യത്തിന്. സെക്കൻഡ്. ഓക്കെ, ഡിവിഷൻസ് നമുക്കൊരു 2 ഇട്ട് കൊടുക്കും. ആ ഭാഗം ഷാർപ്പായി കണ്ടോ. ഇനി നമുക്കിവിടെ ലൂപ്പ് ഇട്ടിട്ട് ഇപ്പോൾ 3 പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ നിൽക്കും. നമുക്കറിയാം, കഴിഞ്ഞ നമ്മൾ ആ സ്പ്രിങ് ഉണ്ടാക്കിയപ്പോൾ നോക്കിയായിരുന്നു നമ്മൾ, ഇതേ സെയിം പ്രോബ്ലം വന്നല്ലേ നമ്മൾ ശരിയാക്കി തന്നിട്ടല്ലേ. പക്ഷേ ഇതിൽ ചെറിയൊരു ഇഷ്യൂ നിൽക്കുന്നുണ്ട്. ഇതിങ്ങനെ T പ്രസ് ചെയ്തിട്ട് ഓക്കെ ഇങ്ങനെയാണ് വരേണ്ടത് കേട്ടോ. T പ്രസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ലാസ്റ്റ് എടുത്തിട്ടുള്ള സംഭവം എക്സ്ട്രൂഡിൻ്റെ മാനിപ്പുലേഷൻ പോയിൻ്റ് ഓൺ ആകാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ T പ്രസ് ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, ഇനി ഇൻസേർട്ട് അഡ്ജക്റ്റ് ടൂൾ എടുക്കുക. നമുക്ക് ഇവിടെയാണ് ഒരു ലൂപ്പ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് കണ്ടോ. അതുപോലെ താഴെയും ഒരു ലൂപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. 3 പ്രസ് ചെയ്ത് ഇങ്ങനെ ആക്കും. ഈ ഒരു ഭാഗം കറക്റ്റായി. ഇനി നമുക്ക് എന്ത് ചെയ്യണം, ഇതിൻ്റെ അടിഭാഗം ഒരു ഓവൽ ഷേപ്പിലാണ്, ഇങ്ങനെ ഒരു സെമി സ്ഫിയറാണ് കിടക്കുന്നത് അല്ലേ. അപ്പോൾ നമ്മളിതിനെ ഒന്ന് താഴേക്ക് ഇറക്കുക. അതിന് ശേഷം വെർട്ടെക്സ് എടുത്തിട്ട് സോഫ്റ്റ് സെലക്ഷൻ ഓൺ ചെയ്യും. B പ്രസ് ചെയ്ത് സോഫ്റ്റ് സെലക്ഷൻ ഓൺ ആയി കണ്ടോ. ഇവിടെ ഇതിൻ്റെ സോഫ്റ്റ് സെലക്ഷൻ്റെ ഓപ്ഷൻ ബോക്സിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനത്തെ ഒരു കർവായിട്ട് കൊടുത്താൽ മതി. ഓക്കെ, വലിക്കാം നമുക്ക് താഴേക്ക്. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം, സോഫ്റ്റ് സെലക്ഷൻ്റെ റേഞ്ച് കുറച്ചുകൂടെ കുറയ്ക്കാം. എന്നിട്ട് ഇത് കുറച്ചും കൂടെ വലിക്കുക താഴേക്ക്. ഓക്കെ, കറക്റ്റായി കണ്ടോ. നമ്മുടെ ചെയറിൻ്റെ ഈ ബാക്ക് പോർഷനും കംപ്ലീറ്റ് ആയി. ഓക്കെ, ഇങ്ങനെയാണ് നമ്മുടെ ചെയറിൻ്റെ ഈ ഒരു പോർഷൻ ഉണ്ടാക്കുന്നത്. ഈ പോർഷനും അതുപോലെ ഈ സിലിണ്ടറിൻ്റെ പോർഷൻ നമ്മൾ ഉണ്ടാക്കുന്നതാണ് നമ്മളിപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ കണ്ടത്. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവ് ചെയ്തൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. താങ്ക് യു ഫോർ വാച്ചിങ്.